നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കേരളത്തിലെ നിരത്തുകളിൽ ഓരോ ദിവസവും എത്രയെത്ര ജീവനുകളാണ് പൊലിയുന്നത്. ഉള്ളുലയ്ക്കുന്ന ചില അപകട വാർത്തകൾ അത് നമ്മെ തളർത്തിക്കളയും. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനും മറ്റ് മന്ത്രിമാരുമൊക്കെ നിരത്തിലൂടെ ചീറിപ്പായുന്നത് പോലീസ് എസ്കോർട്ടിലും പൈലറ്റിലുമൊക്കെ. അവർക്ക് സാധാരണ ജനങ്ങളുടെ ബുദ്ധിമുട്ട് അത് മനസ്സിലാവില്ല. കഴിഞ്ഞ 9 വർഷമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ആനപ്പുറത്ത് തന്നെയാണ്. അനേക വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് അദ്ദേഹത്തിൻ്റെ യാത്ര, അതും ചീറിപ്പാഞ്ഞ്. മുന്നിലും പിന്നിലുമൊക്കെ വഴികാട്ടാനും വഴിയൊരുക്കാനും ഒരുപാട് വാഹനങ്ങളുള്ളപ്പോൾ ഈ നാട്ടിലെ തിരക്ക് അത് മുഖ്യമന്ത്രിക്ക് മനസ്സിലാകില്ല. മറ്റു മന്ത്രിമാരെയും കൂട്ടിക്കൊണ്ടുപോകാൻ പോലീസ് പൈലറ്റുണ്ട്, എസ്കോർട്ടുണ്ട്. ഇനി മന്ത്രിപ്പണിയൊക്കെ അവസാനിച്ച് ഒരു സാധാ ജനമായി മാറുമ്പോൾ ഇവരൊക്കെ റോഡിനെക്കുറിച്ചും വാഹനത്തിരക്കിനെക്കുറിച്ചുമൊക്കെ പരിതപിക്കും. ഇക്കഴിഞ്ഞ ദിവസം തിരുവല്ലയിൽ നിന്ന് എൻ്റെ സുഹൃത്ത് സജി അലക്സിന്റെ പിതാവിന്റെ ശവസംസ്കാര ചടങ്ങ് കഴിഞ്ഞ് ഞാൻ തിരുവനന്തപുരത്തേക്ക് മടങ്ങുമ്പോൾ എൻ്റെ മുന്നിൽ പോയിരുന്ന ഒരു ബസ് ഒരു ബൈക്കിന് നേർക്ക് ഇടിച്ചു കയറുന്നു. ചെങ്ങന്നൂർ ടൗണിന് തൊട്ടു മുൻപ് ബസ് റോങ് സൈഡിലൂടെ മുന്നോട്ട് പോകുന്നു. എതിർദിശയിൽ വന്ന ബൈക്കുകാരൻ പരമാവധി സൈഡ് ഒതുക്കി, പക്ഷെ അയാൾക്ക് രക്ഷയില്ല. ശക്തിയായ ഇടിയിൽ അയാൾ മരിച്ചു. ഇന്നലെ കട്ടപ്പനയിൽ നടന്ന ഒരു ദുരന്തം. റോബിൻ ജോസഫ് എന്ന 32-കാരനാണ് ഈ ദുരന്തത്തിൽ മരിച്ചത്. റോഡരികിലെ ക്രാഷ് ബാരിയറിലേക്ക് കാർ ഇടിച്ചു കയറുന്നു. വള്ളക്കടവ് തണ്ണിപ്പാറ റോബിൻ ജോസഫ് ആ സ്പോട്ടിൽ തന്നെ മരിച്ചു. വെള്ളിയാഴ്ച രാത്രി 11 മണിക്ക് വള്ളക്കടവിലാണ് സംഭവം. ഇടിയുടെ ശക്തിയിൽ വാഹനം ക്രാഷ് ബാരിയറിന്റെ ഉള്ളിലേക്ക് കയറി. റോബിന്റെ തല പിളർത്തി ഈ ക്രാഷ് ബാരിയർ പിൻവശത്തുകൂടെ പുറത്തു വന്നു. തുടർന്ന് വാഹനത്തിന്റെ സീറ്റും തുളച്ചു കയറി പിൻഭാഗത്തുകൂടെ പുറത്തെത്തുകയായിരുന്നു. പ്രദേശവാസി നഗരസഭാംഗമായ മനോജ് മുരളിയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ വാഹനം വെട്ടിപ്പൊളിച്ച് ഒരു വിധമാണ് റോബിനെ പുറത്തെടുത്തത്. പക്ഷെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. തല പിളർന്ന് ആ ക്രാഷ് ബാരിയർ സീറ്റും തുളച്ച് പുറകിലെത്തിയിരുന്നു. ക്രാഷ് ബാരിയറിന് എൻഡ് ഗ്യാപ്പ് ഇല്ലാത്തതാണ് പ്രശ്നം എന്ന് നാട്ടുകാർ പറഞ്ഞു. ക്രാഷ് ബാരിയറുകൾ സ്ഥാപിക്കുന്നത് തന്നെ വാഹനം ഇടിച്ച് താഴേക്ക് പതിച്ച് വലിയ അപകടമുണ്ടാക്കുന്നത് തടയാനാണ്. എന്നാൽ ഈ ക്രാഷ് ബാരിയറിന് എൻഡ് ക്യാപ്പ് വെക്കാത്ത അവസ്ഥ. ക്രാഷ് ബാരിയറുകളുടെ അഗ്രത്തെ കൂർത്ത ഭാഗത്ത് എൻഡ് ക്യാപ്പുകൾ സ്ഥാപിച്ച് അപകടഭീതി ഒഴിവാക്കേണ്ടിയിരുന്നു. കൂർത്തിരിക്കുന്ന ഭാഗത്ത് ചെറുവാഹനങ്ങൾ ഇടിച്ചാൽ ക്രാഷ് ബാരിയർ യാത്രക്കാരുടെ ദേഹത്ത് തുളഞ്ഞു കയറും. ഇത് ഒഴിവാക്കാനാണ് എൻഡ് ക്യാപ്പുകൾ സ്ഥാപിക്കുന്നത്. ഇനി മറ്റൊരു പരാതിയും വള്ളക്കടവിലെ ഈ ക്രാഷ് ബാരിയറിന്റെ തൂണുകളുടെ കാര്യത്തിൽ നാട്ടുകാർ പറയുന്നു. ചുവട് ആവശ്യത്തിന് സിമന്റ് ഉപയോഗിച്ച് ഉറപ്പിച്ചിട്ടില്ല. അശാസ്ത്രീയ നിർമ്മാണ രീതി തന്നെയാണ് മിക്ക അപകടങ്ങളുടെയും കാരണം. ചില അപകടങ്ങൾ നമ്മൾ വിധിയെന്ന് പറഞ്ഞൊഴിവാക്കും. കൊല്ലം ചടയമംഗലത്ത് ഇന്നലെ വാഹനാപകടത്തിൽ പരിക്കേറ്റവരുമായി ആശുപത്രിയിലേക്ക് പോയ കാർ ഒരു ബൈക്കിലും ലോറിയിലും ചെന്നിടിക്കുന്നു. ബൈക്കിൽ സഞ്ചരിച്ചിരുന്ന യുവതിക്ക് ദാരുണാന്ത്യം. കാരേറ്റ് കൃഷ്ണാലയത്തിൽ അശ്വതി എന്ന 38-കാരിയാണ് മരിച്ചത്. ബൈക്കുകാരുടെ ഭാഗത്ത് യാതൊരുവിധ തെറ്റുമില്ല. കാർ നേരെ ചെന്ന് ഇടിച്ചു കയറുകയായിരുന്നു. അശ്വതിയുടെ ഭർത്താവായ കേരള ബാങ്ക് ഉദ്യോഗസ്ഥൻ ബിനു പരിക്കുകളോടെ ചികിത്സയിലാണ്. MC റോഡിൽ നിലമേൽ ശബരിഗിരി സ്കൂളിന് മുന്നിൽ ശനിയാഴ്ച 11:30 മണിക്കാണ് അപകടം. കാറിലുണ്ടായിരുന്ന 5 പേർക്കും പരിക്കേറ്റു. കുരിയോട് നെട്ടത്തറയിലുണ്ടായ അപകടത്തിൽ പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കാൻ പോകുമ്പോഴായിരുന്നു മറ്റൊരു അപകടത്തിൽ കാർ പെട്ടത്. തിരുവനന്തപുരം എയർപോർട്ടിൽ പോയി മടങ്ങിയ കുടുംബം സഞ്ചരിച്ച കാർ 11 മണിയോടെ നെട്ടത്തറയിൽ വൈദ്യുതി തൂണിലിടിച്ച് അപകടമുണ്ടായി. അപകടത്തിൽ പരിക്കേറ്റ കുടുംബത്തെ മറ്റൊരു കാറിൽ കയറ്റി ആശുപത്രിയിൽ എത്തിക്കാനായി പാഞ്ഞു പോകുമ്പോഴാണ് ആ കാർ അപകടത്തിൽപ്പെട്ടത്. തമിഴ്നാട്ടിൽ നിന്ന് തണ്ണിമത്തൻ കയറ്റി വന്ന ലോറി പെട്ടെന്ന് റോഡിൽ തിരിക്കുന്നതിനിടയിൽ ഗതാഗത കുരുക്കുണ്ടായി. ഇതിനിടയിൽ വേഗത്തിലെത്തിയ കാർ ബൈക്കിലും തുടർന്ന് ലോറിയിലും ഇടിച്ചു കയറി. വെട്ടുവഴിയിലെ ഭർത്താവിന്റെ വീട്ടിൽ പോയി മടങ്ങുകയായിരുന്നു ബൈക്കിലെത്തിയ അശ്വതിയും ബിനു. അപകടത്തിൽ അശ്വതിയുടെ കൈ അറ്റുപോയി. ഒരു ദിവസം മുൻപാണ് ഒളിമ്പ്യൻ KM വീനാമോളുടെ സഹോദരിയും ഭർത്താവുമൊക്കെ മരിച്ച ആ ദുരന്ത വാർത്ത നമ്മൾ കേട്ടത്. ഇടുക്കി പന്നിയാർകുട്ടിയിൽ ജീപ്പ് കൊക്കയിലേക്ക് മറിഞ്ഞ് ഡ്രൈവർ അടക്കം 3 പേർ മരിച്ചിരുന്നു. പന്നിയാർകുട്ടി ഇടയോടിയിൽ ബോസ് ഭാര്യ റീന, ഡ്രൈവർ തത്തമ്പിള്ളിൽ എബ്രഹാം എന്നിവരാണ് മരിച്ചത്. കായിക താരം KM വീനമോളുടെ സഹോദരിയാണ് റീന. രാത്രി 10 മണിയോടെയാണ് ജീപ്പ് 100 അടി താഴ്ചയിലുള്ള കൊക്കയിലേക്ക് മറിഞ്ഞത്. പന്നിയാർകുട്ടിക്ക് സമീപം കുത്തനെയുള്ള ഇറക്കവും കൊടും വളവുമുള്ള ഭാഗത്ത് വെച്ച് ജീപ്പിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുന്നു. പിന്നീടാണ് കൊക്കയിലേക്ക് പതിച്ചത്. ശബ്ദം കേട്ട് ഓടിക്കൂടിയ നാട്ടുകാർ ഉടൻ തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. വലിയ പാറക്കെട്ടിന് അടിയിൽപ്പെട്ട അവസ്ഥയിലായിരുന്നു റീന. ബോസും റീനയുമൊക്കെ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. എബ്രഹാമിനെ വിദഗ്ധ ചികിത്സയ്ക്കായി എറണാകുളത്ത് കൊണ്ടുപോകുന്നതിനിടയിലാണ് അദ്ദേഹം മരിച്ചത്. കുടിവെള്ള വിതരണത്തിനായി റോഡരികിലിട്ടിരുന്ന ഹോസിൽ കയറി വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയായിരുന്നു.
ഇവിടെയും അശാസ്ത്രീയമായ സമീപനം തന്നെയാണ് അപകട കാരണം. വീതി കുറഞ്ഞ പാതയോരത്ത് സ്ഥാപിച്ചിരുന്ന ഹോസുകൾ മണ്ണിട്ട് മൂടിയിരുന്നില്ല. ഹോസിൽ കയറിയതോടെ നിയന്ത്രണം നഷ്ടമായ വാഹനം റോഡിൽ നിന്നു തെന്നിമാറി സമീപത്തെ പാറക്കെട്ടുകളിലും മരത്തിലുമൊക്കെ ഇടിച്ചു. പിന്നീട് വാഹനം കൊക്കയിലേക്ക് പതിക്കുകയായിരുന്നു. വെള്ളം കൊണ്ടുപോകാനായി സ്ഥാപിച്ച ഓസിൽ വാഹനത്തിന് ടയർ കയറുമ്പോൾ ടയർ വെട്ടിത്തിരിഞ്ഞ് നിയന്ത്രണം വിടുക സ്വാഭാവികമാണ്. ഇന്നലെ താമരശ്ശേരി ചുരത്തിൽ നടന്ന അപകടത്തിന് പിന്നിലും അശാസ്ത്രീയമായ റോഡ് സംവിധാനം തന്നെയായിരുന്നു. അവിടെ പിക്കപ്പ് വാനും ലോറിയും ട്രാവലറും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. പറയുമ്പോൾ ഇതൊക്കെ നിസ്സാരമായ അശ്രദ്ധകൾ, പക്ഷേ ഇവിടെയൊക്കെ നഷ്ടപ്പെടുന്നത് മനുഷ്യജീവനുകളാണ്. എത്രയെത്ര ജീവനുകളാണ് നമുക്ക് ഓരോ ദിവസവും നഷ്ടപ്പെടുന്നത്. ഇതിനൊന്നും സർക്കാരിന് ഉത്തരവാദിത്വമില്ലേ? ഭരണകൂടം നിസ്സംഗതയോടെ ഈ അപകടങ്ങൾ നോക്കി നിൽക്കുകയാണ്. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ വരുമ്പോൾ മാത്രമാണ് അപകടത്തിൻ്റെ തീവ്രത ഓരോ വ്യക്തിയും മനസ്സിലാക്കുന്നത്. നാട്ടിൽ നടക്കുന്ന ഓരോ അപകടങ്ങളും എല്ലാവർക്കും ഒരു വാർത്ത മാത്രമാണ്. കോവിഡ് കാലത്തിന് ശേഷം ഇപ്പോൾ സംസ്ഥാനത്ത് നിരത്തിലിറങ്ങുന്ന വാഹനങ്ങളുടെ എണ്ണം 10 മടങ്ങ് കൂടുന്നു. മുൻ വർഷത്തെ അപേക്ഷിച്ച് 2024 കേരളത്തിൽ 19,626 വാഹനങ്ങൾ അധികമായി രജിസ്റ്റർ ചെയ്തു എന്ന് കണക്കുകൾ പറയുന്നു. ഫെബ്രുവരി 22 വരെയുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ കേരളത്തിൽ ഇതുവരെ 1,10,000 വാഹനങ്ങൾ 2025 മാത്രം രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു. കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിന്റെ പരിവാഹൻ സംവിധാനത്തിലെ കണക്കുകൾ പ്രകാരം 2023 7.59 ലക്ഷം വാഹനങ്ങളാണ് സംസ്ഥാനത്തെ 87 ട്രാൻസ്പോർട്ട് ഓഫീസുകളിലായി രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. എന്നാൽ 2024 ഇതിന്റെ കണക്ക് 7.78 ലക്ഷമായി ഉയർന്നു. 2.59% വളർച്ച. കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്തത് 2022 കോവിഡ് ഭീതി അകന്നു തുടങ്ങിയ ആ വർഷം 7.84 ലക്ഷം വാഹനങ്ങൾ നിരത്തിലിറങ്ങി. കോവിഡ് കാലത്ത് മനുഷ്യജീവിതങ്ങളെക്കുറിച്ചുള്ള ചിന്തയൊക്കെ മനുഷ്യരിൽ പടർന്നു. എന്തിനാണ് പണമൊക്കെ ഇങ്ങനെ സൂക്ഷിച്ചു വയ്ക്കുന്നത് എന്ന ചിന്തയാവാം വാഹനങ്ങളൊക്കെ വാങ്ങി എവിടെയെങ്കിലുമൊക്കെ യാത്ര ചെയ്യാനുള്ള ആവേശം അവരിൽ നിറച്ചത്. രാജ്യത്ത് തന്നെ കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്തതിലെ വരുമാനത്തിൽ 5ാം സ്ഥാനമാണ് കേരളത്തിനുള്ളത്. നികുതിയും ഫീസും ഉൾപ്പെടെ 6,099 കോടി രൂപ കേരളത്തിന്റെ ഖജനാവിലെത്തി. 2023 8.76% വളർച്ച. സംസ്ഥാനത്ത് കഴിഞ്ഞ വർഷം നിരത്തിലിറങ്ങിയതിൽ ഭൂരിഭാഗവും ഇരുചക്ര വാഹനങ്ങളാണ്. 7.78 ലക്ഷം വാഹനങ്ങളിൽ 5.08 ലക്ഷവും മോട്ടോർ ബൈക്കുകളും സ്കൂട്ടറുകളും. 4.90 ലക്ഷം ഇരുചക്ര വാഹനങ്ങളാണ് 2023 രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. 2024 2 ലക്ഷം കാറുകൾ നിരത്തിലിറങ്ങി. പെട്രോൾ വാഹനങ്ങൾ തന്നെയായിരുന്നു ഏറ്റവും കൂടുതൽ. വൈദ്യുതി മാത്രം ഇന്ധനമാക്കി 60,339 വാഹനങ്ങളാണ് കഴിഞ്ഞ വർഷം സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. 6,000-ലധികം കോടി രൂപ വരുമാനം ലഭിച്ചിട്ടും നമ്മുടെ റോഡുകളുടെ ശോചനീയ അവസ്ഥ. കേന്ദ്ര ഫണ്ടിൽ നാഷണൽ ഹൈവേകളും പ്രത്യേക റോഡുകളുമൊക്കെ ഇപ്പോൾ തയ്യാറായി വരുന്നു. പക്ഷെ അവിടെയൊക്കെ ടോൾ പിരിവുണ്ട്. ടോൾ കൊടുത്താലും നല്ല റോഡിലൂടെ യാത്ര ചെയ്യാമല്ലോ എന്ന ആശ്വാസം. അപകടത്തിന് പിന്നിൽ നോട്ടക്കുറവ് തന്നെയാണ്. റോഡ് നിർമ്മാണം എന്ന പേരിൽ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി വെച്ച് എല്ലാം അവസാനിപ്പിച്ച് അങ്ങ് കടന്നു കളയുക. ക്രാഷ് ബാരിയറിന് എൻഡ് ക്യാപ്പ് പോലും വെക്കാൻ മിനക്കെടില്ല. ഇനി വാട്ടർ അതോറിറ്റിയുടെ പണികൾക്ക് ശേഷം പലപ്പോഴും ശാസ്ത്രീയമായ അറ്റകുറ്റപ്പണികൾ റോഡിൽ നടത്താറുമില്ല. വേണമെങ്കിൽ ചക്ക വേരിലും കഴിക്കും എന്നതാണ് കേരളത്തിന്റെ അവസ്ഥ. ഇക്കഴിഞ്ഞ ദിവസം മൂന്നാറിലെത്തിയ മന്ത്രി ഗണേഷ് കുമാറിനെ കരിങ്കൊടി കാട്ടിയവർക്ക് നേരെ മന്ത്രിയുടെ പരാക്രമം കണ്ടാൽ പലതും നമുക്ക് തിരിച്ചറിയാൻ കഴിയും. കഴിഞ്ഞ 10 ദിവസമായി മൂന്നാർ മേഖലയിൽ നടത്തുന്ന വാഹന പരിശോധന 848 കേസുകളിലായി 20,55,750 രൂപ പിഴ ഈടാക്കി. ഈ വാഹന പരിശോധനയ്ക്ക് പിന്നിൽ ഒരു വ്യക്തിവൈരാഗ്യമുണ്ട്. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് ഇത്തരമൊരു വാഹന പരിശോധന മൂന്നാറിൽ അരങ്ങ് തകർത്തത്. മൂന്നാറിൽ വിനോദസഞ്ചാരികൾക്കായി KSRTC നടത്തുന്ന ഡബിൾ ഡെക്കർ ബസ്, ഉല്ലാസയാത്ര എന്നീ സർവീസുകൾ നിർത്തിവെക്കണമെന്നും ഓൺലൈൻ ടാക്സി പ്രദേശത്ത് അനുവദിക്കരുത് എന്നാവശ്യപ്പെട്ട് ഒരു വിഭാഗം ഓട്ടോ ടാക്സി ഡ്രൈവർമാർ പ്രതിഷേധവുമായി രംഗത്തെത്തി. ഡബിൾ ഡെക്കർ ബസ് ഉദ്ഘാടനം ചെയ്യാനെത്തിയ മന്ത്രിയുടെ നേർക്കിവർ കരിങ്കൊടി വീശി. ഇതേ തുടർന്ന് പ്രദേശത്തെ വാഹനങ്ങളുടെ രേഖകൾ പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ മന്ത്രി ഉദ്യോഗസ്ഥരോട് ഉത്തരവിട്ടു. പരിശോധനയ്ക്കെതിരെ ഒരു വിഭാഗം ഡ്രൈവർമാർ ബുധനാഴ്ച മോട്ടോർ വാഹന വകുപ്പിന്റെ കാർ തടഞ്ഞ് പ്രതിഷേധിച്ചു. ഇതോടെ ഗണേഷ് കുമാറിന്റെ കലിപ്പ് ഇരട്ടിയായി. ശക്തമായ പരിശോധനകളുമായി മുന്നോട്ടു പോകാൻ ഉദ്യോഗസ്ഥർക്ക് വീണ്ടും നിർദ്ദേശം നൽകി മന്ത്രി. ഇതിനെ തുടർന്ന് ശക്തമായ പരിശോധനകളാണ് മൂന്നാർ മേഖലയിൽ ഇപ്പോൾ നടത്തുന്നത്.
തുടർ ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിക്കുന്നു. വാഹനാപകടങ്ങളിൽ നമുക്ക് ചുറ്റുമുള്ളവരെയും നമുക്കൊപ്പമുള്ളവരെയും ഒക്കെ നഷ്ടപ്പെടുന്നു. വിധിയെന്ന് പറഞ്ഞ് ജീവിച്ചിരിക്കുന്നവർ ആശ്വസിക്കുന്നു. എത്രയെത്ര ക്രൂരതകളാണ് ഓരോ ദിവസവും നമ്മുടെ നിരത്തിൽ നടക്കുന്നത്. ഇതൊക്കെ മൃഗീയമായ കൊലപാതകങ്ങൾ തന്നെ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.